RSS കാര്യവാഹകനായിരുന്ന രതീഷ് ബലിദാന ദിനമാണ് ഇന്ന്. 2010 ഡിസംബർ 1-നാണ് പാലക്കാട് കഞ്ചിക്കോട് തിരക്കേറിയ ബസ്സിനുള്ളിൽ RSS കാര്യവാഹി രതീഷിനെ CPM ഗുണ്ടകൾ ബസ്സിനുള്ളിൽ കയറി വെട്ടിക്കൊന്നത്. കഞ്ചിക്കോട് ഷെൽട്ടറിൽ ബസ് തടഞ്ഞു നിർത്തിയ ഗുണ്ടകൾ അതിക്രമിച്ചു കയറി രതീഷിനെയും മറ്റ് 3 പേരെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണം നടന്ന ഉടനെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണ്, RSS കാര്യവാഹകനായിരുന്ന രതീഷിൻ്റെ ബലിദാന ദിനമാണിന്ന്. 2010 ഡിസംബർ 1-നാണ് പാലക്കാട് കഞ്ചിക്കോട് തിരക്കേറിയ ബസ്സിനുള്ളിൽ RSS കാര്യവാഹി രതീഷിനെ CPM ഗുണ്ടകൾ ബസ്സിനുള്ളിൽ കയറി വെട്ടിക്കൊന്നത്. തീർച്ചയായും നിഖിൽ, പാലക്കാടിനെ കേരളത്തിന് തന്നെ ഒരു ഞെട്ടിച്ച സംഭവമായിരുന്നു. 2010 ഡിസംബർ 1-ന് പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരിയിൽ വെച്ച് തിരക്കേറിയ ബസ്സിനുള്ളിൽ കയറി RSSന്റെ ശാഖാ കാര്യവാഹകനായിരുന്ന രതീഷിനെ CPM ഗുണ്ടകൾ ബസ്സിനുള്ളിൽ കയറി വെട്ടിക്കൊന്ന സംഭവം. കഞ്ചിക്കോട് പുതുശ്ശേരി ഭാഗത്ത് ബസ് തടഞ്ഞു നിർത്തിയാണ് ഇത്തരത്തിൽ CPM ഗുണ്ടകൾ ബസ്സിനകത്ത് കയറി രതീഷിനെയും മറ്റ് 3 പേരെയും മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ആക്രമണം നടന്ന ഉടനെ തന്നെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആക്രമണത്തിൽ രതീഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി. കൂടെയുണ്ടായിരുന്ന ഗിരീഷ്, ലെനിൻ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കഞ്ചിക്കോട് കുരുടിക്കാട് ശാഖാ കാര്യവാഹകനായിരുന്നു രതീഷ്. പ്രദേശത്ത് സംഘപ്രവർത്തനം നടത്തുന്നതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ അന്ന് 7 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ വിചാരണ നടപടികൾ ഇപ്പോൾ കോടതിയിലാണ്. ഉടൻ തന്നെ വിചാരണ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും രതീഷിന്റെ ബലിദാന ദിനം സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. ശരി അരുണ, RSS ശാഖാ കാര്യവാഹകനായിരുന്ന രതീഷ് ബലിദാന ദിനമാണിന്ന്. 2010 ഡിസംബർ 1-നാണ് പാലക്കാട് കഞ്ചിക്കോട് തിരക്കേറിയ ബസ്സിനുള്ളിൽ രതീഷിനെ CPM ഗുണ്ടകൾ ബസ്സിനുള്ളിൽ കയറി വെട്ടിക്കൊന്നത്. കഞ്ചിക്കോട് ഷെൽട്ടറിൽ ബസ് തടഞ്ഞു നിർത്തിയ ഗുണ്ടകൾ അതിക്രമിച്ച് കയറി രതീഷിനെയും മറ്റ് 3 പേരെയും ആക്രമിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.